സിനിമ കണ്ടവർ ഭൂരിഭാഗം പേരും ഇത് റീ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഈ സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ 24 വെട്ടി. ഈ വെട്ടിയത് BJPയോ RSSോ സെൻസർ ബോർഡോ അല്ല എന്നാലോചിക്കണം. ഇതിൻ്റെ നിർമ്മാതാവ്, ഇതിൻ്റെ സംവിധായകൻ, ഇതിൻ്റെ എഴുത്തുകാരൻ, ഇതിൻ്റെ നായകൻ ഇവരുൾക്കൊള്ളുന്ന ഒരു തീരുമാനപ്രകാരമാണ് ഇങ്ങനെ വെട്ടാൻ തീരുമാനിച്ചത്. അപ്പോൾ വെട്ടിയ ശേഷം ഞാൻ ഈ സിനിമ കാണാൻ കണ്ടു. വെട്ടിയ ശേഷം സത്യം പറയട്ടെ, ആദ്യം ഞാൻ കണ്ട സിനിമയേക്കാൾ മനോഹരമായിരിക്കുന്നു. അതായത് ഇപ്പോഴാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ട് കുറേ കൂടി ഭംഗി വരുത്തിയിരിക്കുന്നത്. മുമ്പ് കണ്ടതിൻ്റെ പേരിൽ ഇന്നത് നഷ്ടപ്പെട്ടു പോയി എന്നൊരു ഫീലിംഗ് എനിക്കുന്നില്ല. രണ്ടാമത് കാണുമ്പോഴും എനിക്ക് അതിൻ്റെ ഫ്രഷ്നെസ് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യം ഞാൻ ആസ്വദിച്ചതിനേക്കാൾ മനോഹരമായി തന്നെ ഇവർ റീ എഡിറ്റ് ചെയ്ത് 24 ഭാഗങ്ങൾ റീ എഡിറ്റ് ചെയ്ത് ഞാൻ കണ്ടപ്പോൾ ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. നമ്മൾ വെട്ടുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളുണ്ട് എന്നാലോചിക്കണം, അതിനെ തൊട്ടിട്ടേ ഇല്ല. എന്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? അവിടെ ആകെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത് എഴുതി കാണിക്കലാണത്. മറ്റത് 2002 എന്ന് എഴുതി കാണിച്ചിരിക്കുന്നു. അത് മാറ്റി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ തീവെപ്പ് നടന്നതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. പിന്നെന്താ എഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ക്രൂരമായിട്ടുള്ള കുറേ റേപ്പിംഗ് സീനുകളുണ്ട്. അത് വേണ്ട എന്ന് എല്ലാവർക്കും തോന്നുന്നു. അത് സെൻസർ തന്നെ പോകേണ്ടതാണത്. അത് ഇല്ലാതെ തന്നെ അത് കുറച്ചിട്ടുണ്ട് നല്ല. പിന്നെ ഇതിന് വില്ലൻ്റെ പേര്, ആ വില്ലൻ്റെ പേരൊന്ന് മാറ്റി, അത്രയേ ഉള്ളൂ. വേറെ അധികം കട്ടി. പിന്നെ ചില കേന്ദ്ര അന്വേഷണ സംഘത്തിൻ്റെ പേരില്ലാതാക്കി. പിന്നെ ചില 1-2 ഡയലോഗുകൾ വേണ്ടാന്ന് വെച്ചു. അതായത് ഗുജറാത്ത് സംഭവം എന്നൊക്കെ ഉള്ള പേരുകൾ വേണ്ടാന്ന് വെച്ചു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിരിക്കുന്നത് മഞ്ജു വാര്യർ സീൻ കുറേ കട്ട് ചെയ്യും. കാരണം അത് ഹൈലൈറ്റ് ചെയ്യേണ്ട റോളാണ് ഇതിൽ. ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, ഈ മഞ്ജു വാര്യർ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നശിപ്പിക്കാൻ ശ്രമിക്കും. ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ തന്നെ ഈ ഇവരുടെ പേരിൽ സാമ്പത്തിക അഴിമതി കുറ്റം ചുമത്തിക്കൊണ്ട് NIA അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അറസ്റ്റ് ചെയ്യാനും വരുമ്പോഴെന്താ ഇവരെ കൈവരങ്ങ് വയ്ക്കുന്നില്ല. കൈവരങ്ങ് വെക്കണം ഉണ്ട് എന്ന് പറയുമ്പോൾ കൈവരങ്ങ് വെക്കാതെ അവിടെ കൈവരങ്ങ് വെച്ചുകൊണ്ട് ഇവർ പറയുന്ന കുറേ തീപ്പൊരി ഡയലോഗുകളുണ്ട്. അതും ഈ സിനിമയുടെ ഹൈലൈറ്റാണ്. മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടായിരിക്കുന്ന ഗുണം ആലോചിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു.